ആര്യൻ പറയാണ് ഫസ്റ്റ് ടൈമാണ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 ക്യാപ്റ്റന്മാർ വന്നിരിക്കുന്നത്. ആണോ അല്ലയോ? ഞാൻ എങ്ങനെയാണ് അനിമോളെ എഴുന്നേക്ക് അനിമോളെ എന്നാണ് പറഞ്ഞത്. ഈ വെള്ളമൊക്കെ ഒഴിച്ചത് അവനാണ്. പക്ഷെ വെള്ളം അവൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പം നിനക്കറിയില്ലേ വെള്ളം കൊണ്ടുവരാൻ പാടില്ല എന്ന് അനിമോൾ ചോദിക്കുന്നത്. അവൻ്റെ അസിസ്റ്റൻ്റാണോ നീ എന്ന് അനിമോൾ ചോദിക്കുന്നത്. അവൻ ക്യാപ്റ്റനാണ്, ഞാനും ക്യാപ്റ്റനാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ കൊണ്ടുവന്ന വെള്ളമല്ല അവൻ ഒഴിച്ചത്. അവൻ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നതാണ് ഒഴിച്ചത്. നീ ആ സമയത്ത് അവിടെ കിടന്ന് ഭയങ്കര കയ്യടിയും ബഹളമായിരുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അക്ബറും കൂടെ കൈയടിച്ച് ഞാൻ കണ്ടതാണ്. അനിമോൾ തർക്കിക്കുകയാണ്, ഞാൻ കണ്ടതാണ്. ഞാൻ എന്ത് കോമഡി തോന്നിയാലും ഞാൻ അങ്ങനെ ചെയ്യും. നിൻ്റെ വിഷമത്തിൽ ഞാൻ വിഷമിക്കും, പക്ഷേ എനിക്ക് കോമഡി കണ്ടാൽ എനിക്ക് ചിരി വരുമെന്ന് ആര്യൻ. എനിക്ക് വേണമെങ്കിൽ 100 ഉറങ്ങുമ്പം ഇങ്ങനെ അടിച്ചിട്ട് വിളിക്കായിരുന്നു. നീ ഇപ്പോൾ ആരെ കണ്ടാലും അക്ബറാണ് 100 പറയുന്നത്. എന്നിട്ട് അതിലെ 100 കൂടെ ഭയങ്കര ചിരിയാണ്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. അനിമോൾക്ക് പെട്ടെന്ന് ദേഷ്യം കയറി. നിങ്ങൾ എന്ത് ചോദിക്കാനാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയത്? എല്ലാം ക്ലിയർ ആക്കാനാണ് വിളിച്ചു വരുത്തി. പക്ഷേ അനിമോൾ പിണങ്ങി അങ്ങ് പോയി. അനിമോൾ പറയുന്നത് എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് അനിമോൾ ദേഷിച്ച് കട്ടിലെന്ന് എഴുതിയിട്ട് അനിമോൾ പോവുകയാണ്. പറയുന്നത് ഇതാണ് പ്രശ്നം, അവളുടെ സ്വഭാവം കണ്ടോ, അവളിങ്ങനെയാണ് എന്ത് പറഞ്ഞാലും അവളിങ്ങനെയാണ്. അനിമോൾ പോയതിൻ്റെ പുറകെ 100 കൂടെ അങ്ങ് ഇറങ്ങി പോവുകയാണ്, ഒന്നും സംസാരിക്കാതെ. അപ്പം ആര്യനും ആദിലയും മാത്രമായി. അപ്പോൾ ആദിലയോട് ആരും ചോദിക്കുന്നത്, നീ ക്യാപ്റ്റനായിരുന്നപ്പോൾ നീ എങ്ങനെയായിരുന്നു, നീ ലക്ഷ്മി എൻ്റെ അടുത്ത് പൊരിച്ചില്ലേ എന്ന് പറയുന്നു. ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും ഒരേ കണക്കാണ് നിന്നേന്ന് പറയുന്നു. ഞാൻ ലക്ഷ്മി എടുത്ത് വരെ നന്നായിട്ട് തന്നെ നിന്നത്. ഞാൻ അക്ബർ പറയുന്ന കണക്കല്ല, എല്ലാവരുടെ അടുത്തും ഞാൻ ഒരേ കണക്കാണ് നിന്നേന്ന് പറയുന്നത്. പിന്നെ നീ നന്നായിട്ട്, എനിക്കറിയത്തില്ല, നീ ലക്ഷ്മിയെ കൊന്നു കളയാനൊക്കെയാണ് നിന്നത്. ആര്യൻ അത് പറഞ്ഞ് പോകാൻ എഴുന്നേറ്റപ്പം ആദില പറയുന്നത് പോകല്ല ഇരി, നീ ആ പാലിൻ്റെ കാര്യം പറഞ്ഞത് ഡബിൾ മീനിങ്ങിനല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് 100ക്കും അനിമോൾക്കും എങ്ങനെയാടാ സെയിം സാധനം തോന്നുന്നത്? നീ ഡബിൾ മീനിങ് പറഞ്ഞത് ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ എങ്ങനെ തോന്നും? നിങ്ങൾ തന്നെ ഈ വീട്ടിൽ ഇതുവരെ കണ്ടിരിക്കുന്ന ഡബിൾ മീനിങ്ങിൽ തന്നെയാണ്. അപ്പം ഞാൻ എങ്ങനെ നിന്നാലും ഞാൻ ഡബിൾ മീനിങ്ങാണ് പറഞ്ഞതേ പറയത്തുള്ളൂ. നീ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ആക്കാമെന്ന് പഠിച്ചിട്ടാണ് നീ വന്നേക്കുന്നത് മോനെ. ഞാൻ നിന്നോട് കാര്യമായിട്ട് ചോദിക്കുകയാണ്, അത് നീ ഡബിൾ മീനിങ് അടിച്ചല്ലേ? എന്ത് ഡബിൾ മീനിങ് അടിച്ച്? പാലിൻ്റെ കാര്യം ഇല്ലടാ, ഒന്ന് പോയേ, എന്തെന്നാടാ ഇത്? ഇതാ നിങ്ങളുടെ പ്രശ്നം. ഞാനൊരു തമാശ കണക്കേ അത് പറഞ്ഞിട്ടുള്ളൂ. നീ എന്നെ കൺവിൻസ് ചെയ്യിക്കേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ആര്യം പറയുന്നത്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചിരുന്നില്ല, ഞാൻ അങ്ങനെ ഡബിൾ മീനിങ് പറഞ്ഞിട്ടില്ല. അപ്പം നീ പുറത്തായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു എന്ന് ആദില. ഇല്ല, ചെയ്യില്ല. ആര്യം പോകാൻ തുടങ്ങുമ്പോഴൊക്കെ അതിലെ പിടിച്ചിരുത്തുകയാണ് ആര്യനെ. ഞാൻ അവരെ രണ്ടുപേരെയും കൺവിൻസ് ചെയ്തുകൊള്ളാം, നീ എന്നോട് സത്യം പറ. ആര്യം പറയുന്നത് 1 2 3 4 ക്യാമറ നോക്കി പറഞ്ഞാൽ മതിയെന്ന് ആര്യം കളിയാക്കി പറയുന്നു. ഞാൻ സത്യവും പറയത്തില്ല, കള്ളവും പറയത്തില്ല. ഞാൻ എന്തിനാണ് അത് പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു ഡബിൾ മീനിങ് പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ 80 ദിവസമായിട്ട് കാണുക, നീ പതറിയില്ലേ ഞാൻ ചോദിച്ചപ്പോൾ നീ എന്തിനാണ് പതറിയത്? ആര്യം പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീ വെറുതെ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അനിമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നീ ഇങ്ങനെ പറയാൻ നിൽക്കല്ലേ. അനിമോൾ നീ വിചാരിക്കുന്ന കണക്കൊരു ഗ്രേറ്റേ അല്ല എന്ന് നീ ആലോചിച്ചു എന്ന് പറയുന്നത്. നീ വിഷയം മാറ്റില്ലെന്ന് ആതിര. എടി, അവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫൈറ്റ് ഉണ്ടാക്കുന്ന ആണ്. നീ ഇപ്പോൾ കണ്ടില്ലേ, അവൾ ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണത്. അവൾ പിണങ്ങിപ്പോയി പോട്ടെ, നീ സത്യം പറ, നീ ഡബിൾ മീനിങ്ങിനല്ലേ അങ്ങനെ ഉദ്ദേശിച്ചത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്തിനാണ് പാലിതാന്ന് പറഞ്ഞത്? അവിടെ ഇരുന്ന് ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അനീഷേട്ടനൊക്കെ പറയണ്ടേ, ആര്യൻ നീ പറയുന്നത് തെറ്റാ, നീ അങ്ങനെ പറയാമെന്ന് പറയണ്ടേ? ഒരാളെങ്കിലും പറഞ്ഞോ? അവർക്കത് ഡബിൾ മീനിങ് ആയിട്ട് തോന്നിയില്ല. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ. ആരും മിണ്ടിയില്ലെന്ന് ആര്യൻ. ആരോടും പറഞ്ഞായിരുന്നെങ്കിൽ എല്ലാവരും നിനക്ക് എഗെയിൻസ്റ്റ് ആയേനെ. ആരും എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ തെറ്റാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും പറയാം ആര്യൻ നീ പറഞ്ഞ തെറ്റാണെന്ന്. അനീഷേട്ടൻ പോലും പറഞ്ഞിട്ടില്ല. അനീഷേട്ടന് ഡബിൾ മീനിങ് ഒന്നും വേഗം കത്തത്തില്ലെന്ന് ആദില. പുള്ളിക്ക് ഡയറക്റ്റ് കാര്യങ്ങളെ കത്തത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മാത്രം ഡബിൾ മീനിങ് കത്തുമോയെന്ന് ആര്യൻ. നീ എത്ര പറഞ്ഞാലും ഞാനത് സമ്മതിച്ച് തരാൻ പോകുന്നില്ല. അതില്ല, നീ സംസാരിക്കുന്നത് വെറുതെയാണെന്ന് പറഞ്ഞിട്ട് ആര്യൻ എഴുന്നേറ്റങ്ങ് പോവുകയാണ്. ആര്യനെ പാലുകുപ്പിന്ന് വിളിച്ചപ്പോൾ ആര്യൻ തിരിച്ച് പറഞ്ഞ് പാലുതാന്ന്. ഇതാണ് ഇഷ്യൂ. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.